നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 4 ശ്ലോകം 1. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം മുതൽക്കാണ് ശുഗൻ്റെ പരീക്ഷത്തിനോടുള്ള ഉപദേശം തുടങ്ങുന്നത്. ഉപദേശം സിദ്ധിച്ച പരീക്ഷത്തിനോട് ഭാവനയാ തന്മയീഭാവം പ്രാപിച്ച കവി ഭാഗവതാർത്ഥ സംഗ്രഹം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിക്കുന്നു. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ സുഷ്ടിമാപ്നുയാം. ഹേ വരദ, യയാ ഭവതുപാസനം കല്യതേ മമ താവതിം കല്യതാം കുരുഷ്വ. വരം നൽകുന്ന ഗുരുവായൂരപ്പ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരണമേ. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ ആശു തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം. പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് വിളംബമെന്നെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. 3-ാം ദശകത്തിലെ അവസാന പദ്യത്തിൽ നിന്ന് വരദ എന്ന സംബോധന ഇവിടെ അനുവർത്തിക്കപ്പെട്ടിരിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് 8 യോഗാംഗങ്ങൾ. യമം എന്ന് പറഞ്ഞാൽ സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. സത്യം പറഞ്ഞാൽ ലോക നന്മയ്ക്ക് വേണ്ടി പറയുന്നതായിരിക്കണം സത്യം. അപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ നുണയൊക്കെ പറയേണ്ടി വരും. അത് ലോക നന്മയെ ഉദ്ദേശിച്ചിട്ട് പറയേണ്ടി വരും. ഞാൻ സത്യം പറയുള്ളൂ പറഞ്ഞിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി ഓടി വന്നു വിചാരിച്ചോ, നമ്മുടെ റൂമിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ കൊല്ലാൻ വന്ന ആൾ കത്തി കൊണ്ട് വന്നപ്പോൾ നമ്മുടെ ദാമോദരൻ്റെ ഉള്ളിൽ നമ്മുടെ വന്നു കണ്ടു ചോദാ അകത്ത് ആ റൂമിലിരിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം വന്ന് കുത്തി കൊല്ലുകയാണ്. അപ്പം പറഞ്ഞോളണം ഇല്ല ഞാൻ ദാമോദരനെ കണ്ടിട്ടേ ഇല്ല പറയണം. അപ്പം അയാൾ കൊല്ലാണ്ട് പോകും. പിന്നെ കാണുമ്പോൾ ആ ദേഷ്യം അത്ര ഉണ്ടാവില്ല. അതാണ് സത്യം. സത്യമേ പറയുള്ളൂ, പറയേണ്ട അബദ്ധങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ മഹാഭാരതത്തിൽ അശ്വത്ഥാമ അത കുഞ്ഞിര എന്ന് പറഞ്ഞിട്ടാണ് ദ്രോണര് മകനോട് അത്ര ഇഷ്ടമാണ്. അശ്വത്ഥാമ എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ അശ്വത്ഥാമ എന്നൊരു ആനേനെ കൊന്നിട്ട് അശ്വത്ഥാമ ഹത മല്ല പറഞ്ഞു, കുഞ്ഞിര എന്ന് മല്ല പറഞ്ഞു. അശ്വത്ഥാമ ഹതാവിൻ്റെ കുഞ്ഞിര മല്ല പറഞ്ഞു. അപ്പോൾ ദ്രോണര് വിചാരിച്ച് മകൻ മരിച്ചു പറഞ്ഞിട്ട് ആയുധമൊക്കെ താഴെ വെച്ച് ധ്യാനിച്ചിരുന്നു. ആ സമയത്താണ് ദുഷ്ടപ്നൻ ദ്രോണരെ വെട്ടിക്കൊല്ലുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദ്രോണരെ കൊല്ലണം എന്നുള്ള വേറെ ഒരു വഴിയില്ല, അതുകൊണ്ടാണത്. അപ്പോൾ അതിന് വേണ്ടി ഇത് പറഞ്ഞു വിടും. അങ്ങനെ ഓരോന്നിനും ഇതുണ്ടാവും. അതാണ് സത്യം. അസ്തേയം പറഞ്ഞാൽ ആരുടെയും ഒന്നും എടുക്കാതിരിക്കുക. അപരിഗ്രഹം എടുക്കാതിരിക്കുക. അസ്തേയം പറഞ്ഞാൽ ആരുടെ ഒന്നും നമ്മൾ ചോദിക്കരുത്. നമുക്കിത് വേണം അത് വേണമെന്ന് ചോദിക്കാൻ പോലെ അസ്തേയം. അപരിഗ്രഹം പറഞ്ഞാൽ ഒന്ന് കട്ടെടുക്കാണ്ടിരിക്കുക. അസ്തേയം. ബ്രഹ്മചര്യം പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ അടുത്ത് ചരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ബ്രഹ്മ വിചാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ അടുത്ത് ഇരിക്കലാവും. രണ്ടർത്ഥമാണ്. ബ്രഹ്മത്തിൻ്റെ അടുത്ത് ഇരിക്കലാവും. ബ്രഹ്മചര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മചര്യം സാധാരണ പറയുന്ന ബ്രഹ്മചര്യം, അതാണ് യമം. നിയമം എന്ന് പറഞ്ഞാൽ ശൗചം, ശുചിത്വം, സന്തോഷം. ശൗചം പറഞ്ഞാൽ അറിയുള്ളൂ, ശൗചം നീറ്റായിട്ട് ശൗചം ചെയ്യണം. അത് മണ്ണൊക്കെ മണ്ണ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ശൗചം. ശുചിത്വം പറഞ്ഞാൽ നീറ്റായിട്ട് കുളിക കാര്യങ്ങൾ, സ്നാനം. ശൗചം, ശുചിത്വം, സന്തോഷം. നമ്മളെപ്പോഴും സന്തോഷവാനാകാൻ നമ്മൾ ശ്രമിച്ചോളണം. ദുഃഖം ഏതൊരാൾക്കും ചിന്തിച്ചാൽ അപ്പോൾ ദുഃഖം വരും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ദുഃഖത്തിനേ സാധ്യതയുള്ളൂ. അപ്പം അത് നമ്മൾ മനസ്സിൽ മാറ്റിയിട്ട് സന്തോഷവാനാകാൻ ശ്രമിച്ചിട്ട് അതിനുള്ള വഴികൾ നമ്മൾ തേടണം. അങ്ങനെ സന്തോഷവാനാകാൻ ശ്രമിക്കണം. യമ നിയമ, അതാണ് നിയമത്തിൽ ശൗചം, ശുചിത്വം, സന്തോഷം. യമ നിയമ ആസന. കുറച്ച് 10-30 ആസനങ്ങളുണ്ട്. കുറേ ഉണ്ട്, 1000 ആസനങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള ആസനങ്ങൾ 10-24, 30 വരുന്നുണ്ട്. അതൊക്കെ പഠിച്ച് ശരീരം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുത്തുകയാണ്. ആസന, പ്രാണായാമ. എന്നിട്ട് വേണം പ്രാണായാമം നമ്മൾ പഠിക്കാനുള്ളത്. പ്രാണനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചിലപ്പോൾ ഇടത് ഭാഗത്തിന് ഇട, ഈ ഭാഗത്തിന് പിങ്കള എന്നാണ് പറയുക. ചിലപ്പോൾ ഇടത് ഭാഗത്തൂടെ ആയിരിക്കും ശ്വസിക്കുണ്ടാവുക. ഉച്ചയ്ക്ക് നോക്കി ചിലപ്പോൾ പിങ്കളെ കൂടെ ആയിരിക്കും. അപ്പോൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നടുവിലെ സുഷ്മനയും കൂടെ ചേർന്നിട്ട്
ഇട പിങ്കള സുഷ്മന മൂന്നിലും കൂടെ ഒന്നിച്ചിട്ട് കറക്റ്റായിട്ട് ശ്വസനം നടക്കും. അതിന് ഭയങ്കര പവറാണ്. അതാണ് പ്രാണായാമം. ധ്യാനം, പ്രാണായാമം. പിന്നെ പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരവരിൽ ഈ ഭ്രൂമധ്യത്തിലേക്ക് നിർത്തുക. ഇങ്ങോട്ട് കൊണ്ടുവരിക, ഞാൻ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക. ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഭ്രൂമധ്യത്തിൽ നിർത്തണം. പ്രത്യാഹാര ധാരണ, അവിടെ നിർത്തിക്കഴിഞ്ഞ് നമ്മൾ അതിൽ തന്നെ ഏകാഗ്രത ആയിക്കഴിഞ്ഞാൽ ധാരണയായി. അതിനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രകാശം ഇങ്ങനെ ചാടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ധ്യാനം. പിന്നെയാണ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറേ എട്ടുകൾ അടുക്കി വെച്ച പോലെയാണ്. എട്ടിങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ അതിൽ 2 ദ്വാരവും നടുവിലൊരു ജംഗ്ഷൻ വരുന്നത്, അതിലാണ് സുഷ്മന നടുവിലുള്ളത്. ഈ 8 അടുക്കി വെച്ച പോലെയാണ് നട്ടല്. ഈ നട്ടലിൻ്റെ അടിഭാഗത്ത് താഴെ ഭാഗത്ത് ഒരു കുണ്ടിലിനി ശക്തി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. ഏതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂചിയിലെ ഒരു നൂല് കോർത്ത എങ്ങനെ പോലെ അത് ചുരുണ്ട് കൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്ത് ധ്യാനമൊക്കെ ചെയ്യുന്ന സമയത്ത് മൂലസ്ഥാനത്തിൽ നിന്നും സൂചിയിൽ നൂല് കോർത്ത പോലെ അത് നല്ല ഉണരാൻ തുടങ്ങും. ഉണർന്നു കഴിഞ്ഞാൽ അത് മൂലസ്ഥാനം. സ്വാധിഷ്ഠാനം പറയുന്നത് പൊക്കിളിൻ്റെ 4 വിരൽ താഴെ സ്വാധിഷ്ഠാനം, പൊക്കിൾ മണിപൂരകം, നെഞ്ചിൻ്റെ അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇങ്ങനെയുള്ള പൽപ്പങ്ങൾ, അതൊക്കെ പൽപ്പങ്ങൾ, കുറേ ദളങ്ങളുള്ള പൽപ്പങ്ങളാണത്. അതിനെല്ലാം ഉണർത്തിക്കൊണ്ട് അത് വന്ന് ഇവിടെ എത്തുന്ന സമയത്ത് അത് ആ കുണ്ടിലെ ശക്തി ഇവിടുന്ന് തല പൊട്ടിയിട്ട് അത് പരമാത്മാവിൽ വിലയം പ്രാപിക്കുക. അബ്സല്യൂട്ട് പരമാത്മാവിൽ വിലയം പ്രാപിക്കുക. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ചില സന്യാസിമാർ അങ്ങനെ പ്രാണായാമം ചെയ്ത് ധ്യാനം ചെയ്ത് ഇരുന്നിട്ട് ഇവിടെ പൊട്ടിയിട്ട് അവിടെ ശരീരം വിടും. ശരീരം അവിടെ ഇരിക്കുന്നുണ്ടാവും, ആത്മാവ് പോയിട്ടുണ്ടാവും. കുണ്ടിലെ ശക്തി പരമാത്മാവ് വിലയം പ്രാപിക്കും. അങ്ങനെ പരമാത്മാവ് വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ജന്മം എടുക്കണ്ട, ജന്മം ഇല്ല എന്നാണ് പറയുക. അതാണ് ഈ സമാധി. ഈ സ്വാമിമാരെയൊക്കെ സമാധി ഇരുത്തുന്നത് അവർ ഇതേപോലെ അവർ ജീവത്യാഗം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർ സമാധി ഇരുത്തുന്നത്. അങ്ങനെ മരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ കണ്ണ് തുറന്നിട്ടോ വായ തുറന്നിട്ടോ മരിച്ചാൽ തന്നെ ഉത്തമത്തിലുള്ളതാണെന്നാണ് പറയണത്. മറ്റേ അതിൻ്റെയും സുപ്രീമാണ്, മനസ്സിലായില്ലേ? അതിനാണ് സമാധി എന്ന് പറയുന്നത്. ഇവയാണ് 8 യോഗാംഗങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 1, 2 അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട യോഗാനുഷ്ഠാനം ഈ ദശകത്തിൽ സംക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുവാൻ ഭഗവത് അനുഗ്രഹം കൊണ്ട് കഴിയുമാറാകണം എന്ന പ്രാർത്ഥനയുടെ രൂപത്തിലാണ് മിക്കവാറും ശ്രീമദ് ഭാഗവതാർത്ഥ സംഗ്രഹം ഈ സ്തോത്രത്തിൽ ഉടനീളം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.